മജ്മുനികായ 107 ഗണകമൊഗല്ലാന സൂത്ത. ഇത് വളരെ പ്രധാനപ്പെട്ട സൂത്തമാണ്. എപ്രകാരമാണ് ഒരു പുതിയ വ്യക്തിയെ ഭഗവാൻ ക്രമേണ നിർവ്വാണത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അനുപുബ്ബസിക്ഖ എന്നാണ് പറയുക, അതായത് ക്രമേണയുള്ള ശിക്ഷണം. അതായത് ഒരു വ്യക്തിയെ കിട്ടിയ ഉടനെ വിപശ്യന ചെയ്യിപ്പിക്കുകയല്ല ഭഗവാൻ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉടനെ തന്നെ ധ്യാന ചെയ്യിപ്പിക്കുകയല്ല ഭഗവാൻ ചെയ്യിപ്പിക്കുന്നത്. ആദ്യം കുറച്ചു കാലം ശീലം പാലിക്കാൻ പറയും, അതിനുശേഷം ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കാൻ പറയും, അതിനുശേഷം സതി സമ്പജന്യം പാലിക്കാൻ പറയും, നീവരണങ്ങളെ മാറ്റാൻ പറയും. അതിനുശേഷമാണ് ധ്യാന കൊടുക്കുന്നത്, അതിനുശേഷമാണ് വിപശ്യന കൊടുക്കുന്നത്. നമുക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ മികാരമാതാവിൻ്റെ ആശ്രമമായിട്ടുള്ള പുബ്ബാരാമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് മൊഗല്ലാന എന്ന ബ്രാഹ്മണൻ ഒരു കണക്കെഴുത്തുകാരൻ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ആയിരുന്നു. അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് കുശലപ്രശ്നങ്ങൾ ചെയ്തു. വന്ദനവും കുശലപ്രശ്നത്തിനും ശേഷം അദ്ദേഹം ഒരു വശത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്ത്ര, മികാരമാത പണിയിപ്പിച്ച ഈ പുബ്ബാരാമം, ഇതിൽ നമുക്ക് ക്രമേണയുള്ള പുരോഗതി നമ്മൾക്ക് കാണാവുന്നതാണ്. ഏറ്റവും താഴെയുള്ള പടികൾ വരെ നമ്മൾക്ക് ആ ക്രമേണയുള്ള പുരോഗതി കാണാവുന്നതാണ്. ഇതിന് പാലിയിൽ പറഞ്ഞിട്ടുള്ള ശബ്ദമാണ് അനുപുബ്ബ സിക്ഖ, അനുപുബ്ബ കിരിയ, അനുപുബ്ബ പടിപത. അനുപുബ്ബ സിക്ഖ എന്ന് പറയുമ്പോൾ ക്രമേണയുള്ള ശിക്ഷണം, അനുപുബ്ബ കിരിയ എന്ന് പറയുന്ന സമയത്ത് ക്രമേണയുള്ള പ്രവൃത്തി, അനുപുബ്ബ പടിപത എന്ന് പറയുന്ന സമയത്ത് ക്രമേണയുള്ള പാത. ഗൗതമശാസ്ത്ര, അതേപോലെ തന്നെ ബ്രാഹ്മണന്മാരിലും നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ്. ക്രമേണയുള്ള ശിക്ഷ, ക്രമേണയുള്ള അഭ്യാസം, ക്രമേണയുള്ള വഴി. അത് അവരുടെ വേദപാരായണത്തിൽ നമ്മൾക്ക് കാണാവുന്നതാണ്. ഗൗതമശാസ്ത്ര, അമ്പെയ്ത്തുകാരിലും നമ്മൾക്ക് ക്രമേണയുള്ള ഈ പുരോഗതി കാണാവുന്നതാണ്. ക്രമേണയുള്ള അഭ്യാസം, ക്രമേണയുള്ള ക്രിയ, ക്രമേണയുള്ള മാർഗം. അമ്പെയ്ത്തിലും നമ്മൾക്ക് ഇത് കാണാവുന്നതാണ്. ഗൗതമശാസ്ത്ര, ഞങ്ങൾ കണക്കെഴുത്തുകാരിലും ഞങ്ങളുടെ ജീവിതമാർഗം കണക്കെഴുത്താണ് അല്ലെങ്കിൽ അക്കൗണ്ടൻസിയാണ്. അതിലും ഞങ്ങൾക്ക് ക്രമേണയുള്ള പുരോഗതി കാണാവുന്നതാണ്. കണക്കിൽ ക്രമേണയുള്ള പുരോഗതി ഞങ്ങൾക്ക് കാണാവുന്നതാണ്. ഗൗതമശാസ്ത്ര, ഞങ്ങൾക്ക് ഒരു ജോലിക്കാരനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ആ വ്യക്തിയെ എണ്ണാൻ പഠിപ്പിക്കും. 1-ൽ 1, 2-ൽ 2, 3-ൽ 3, 4-ൽ 4, 5-ൽ 5, 6-ൽ 6, 7-ൽ 7, 8-ൽ 8, 9-ൽ 9, 10-ൽ 10. ഗൗതമശാസ്ത്ര, ഞങ്ങൾ ആ വ്യക്തിയെ 100 വരെ എണ്ണാൻ പഠിപ്പിക്കും. ഗൗതമശാസ്ത്ര, ഇതേപോലെ ഈ ധർമ്മവിനയത്തിൽ അനുപുബ്ബ സിക്ഖ, അനുപുബ്ബ കിരിയ, അനുപുബ്ബ പടിപത, ക്രമേണയുള്ള ശിക്ഷ, ക്രമേണയുള്ള അഭ്യാസം, ക്രമേണയുള്ള മാർഗം, ഇങ്ങനെ ഈ ധർമ്മവിനയത്തിലും ഉണ്ടോ? ബ്രാഹ്മണ, ഈ ധർമ്മവിനയത്തിലും ക്രമേണയുള്ള അഭ്യാസം, ക്രമേണയുള്ള പ്രവൃത്തി, ക്രമേണയുള്ള മാർഗം ഇവ ഉണ്ട്. ഉദാഹരണത്തിന്, വിദഗ്ധനായിട്ടുള്ള കുതിരയെ അഭ്യസിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ല ഇനത്തിൽപ്പെട്ട കുതിര ലഭിക്കുകയാണ് എന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് ആ വ്യക്തി ചെയ്യുന്നത് ആ കുതിരയ്ക്ക് ഒരു കടിഞ്ഞാൺ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ആ കുതിരയെ കടിഞ്ഞാണിട്ട് എങ്ങനെ നടക്കാം എന്ന് അതിനെ പരിശീലിപ്പിക്കുന്നു. ബ്രാഹ്മണ, അതേപോലെ തന്നെ തഥാഗതന് ഒരു വ്യക്തിയെ കിട്ടുന്ന സമയത്ത് ആ വ്യക്തിയെ ആദ്യമായിട്ട് ഭഗവാൻ ഈ രീതിയിലാണ് പരിശീലിപ്പിക്കുന്നത്. വരൂ ഭിക്ഷു, ശീലങ്ങൾ പാലിക്കൂ. ഭിക്ഷുക്കളുടെ നിയമത്തിലെ പാതിമോക്ഷം തുടങ്ങിയ വിനയത്തിലെ നിയമങ്ങൾ പാലിക്കുക. നല്ല രീതിയിൽ പെരുമാറുക. ശരിയായിട്ടുള്ള സ്ഥലത്ത് മാത്രം ഭിക്ഷാടനത്തിന് പോകുക. നിങ്ങൾ പാലിക്കുന്ന നിയമത്തിൽ അല്പം പോലും കളങ്കം വരുത്തരുത്, തെറ്റ് വരുത്തരുത്. ബ്രാഹ്മണ, ആ ഭിക്ഷു ശീലവാനാകുന്ന സമയത്ത് വിനയത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പാതിമോക്ഷ നിയമങ്ങളെയും അനുസരിക്കുന്ന സമയത്ത്, ഒട്ടും തന്നെ കളങ്കമില്ലാതെ ആ ശീലങ്ങൾ പാലിക്കുന്ന സമയത്ത് തഥാഗതൻ ആ ഭിക്ഷുവിന് അതിന് അടുത്തുള്ള നിർദ്ദേശം കൊടുക്കും. ഏഹിത്വം ഭിക്കു ഇന്ദ്രിയേസു
ഗുത്തദ്വാരോ ഹോതി. വരൂ ഭിക്ഷു, ഇനി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ചക്കുണ രൂപം ദിസ്വ മാ നിമിത്തഗാഹി ഹോഹി മാനുഭഞ്ജനഗാഹി. ചക്ഷുവിനാൽ അല്ലെങ്കിൽ കണ്ണിനാൽ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ആ നിമിത്തത്തെ ഗ്രഹിക്കരുത്, അതിനെപ്പറ്റി ആലോചിക്കരുത്, കൂടുതൽ ആലോചിക്കരുത്. എന്തെന്നാൽ കണ്ണ് എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അകുശലങ്ങളായിട്ടുള്ള പാപകരങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ മനസ്സിൽ കടന്നുകൂടും, അത് അവിടെ കുന്നുകൂടും. അതുകൊണ്ടാണ് ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നത്, അതിൽ നിയന്ത്രണം പാലിക്കാൻ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങളിലും. സോതേന സദ്ദം സുത്വ, കാതിൽ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത്, ഘാണേന ഗന്ധം ഗായിത്വ, മൂക്കിലൂടെ ഒരു ഗന്ധം ശ്വസിക്കുന്ന സമയത്ത്, ജിഹ്വായ രസം സായിത്വ, നാവിൽ രസം സ്പർശിക്കുന്ന സമയത്ത്, കായേന ഫോഡഭം ഫുസിത്വ, ശരീരത്തിൽ ഒരു സ്പർശം ഉണ്ടാകുന്ന സമയത്ത്, മനസാ ധമ്മം വിജ്ഞായ മാ നിമിത്തഗാഹി ഹോഹി മാനുഭഞ്ജനഗാഹി. മനസ്സിൽ ഒരു ധർമ്മം സ്പർശിക്കുന്ന സമയത്ത് ആ നിമിത്തത്തെ ഗ്രഹിക്കരുത്, അതിൻ്റെ വിശദാംശങ്ങളെ പരിശോധിക്കരുത്. എന്തെന്നാൽ മനസ്സെന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ അകുശലങ്ങളായിട്ടുള്ള പാപധർമ്മങ്ങൾ മനസ്സിൽ പ്രവേശിക്കുകയും അവ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മനസ്സ് എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ പറയുന്നത്, എന്നിട്ട് അതിൽ നിയന്ത്രണം കൈവരിക്കാൻ പറയുന്നത്. അതായത് ആദ്യം ശീലം പാലിക്കാൻ പറഞ്ഞു, പിന്നീട് ഇന്ദ്രിയ സംയമനം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പാലിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് ഭാരതത്തിൽ ഇതേപോലെ തന്നെ അനുപുബ്ബസിഖ, അതായത് ക്രമേണയുള്ള അഭ്യാസം കൊടുക്കുന്ന ഒരേ ഒരു ഭിക്ഷുവിനെ മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. ആ ഭിക്ഷുവിൻ്റെ പേരാണ് ബന്ദേ ധമ്മബോധി. ഏർലി ബുദ്ധിസ്റ്റ് ടീച്ചിങ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതായത് ആദ്യമായിട്ട് ആ ബന്ദേ പഠിപ്പിക്കുന്നത് സമ്പജന്യമാണ്. ശീലം പാലിക്കണം, ഇന്ദ്രിയ സംയമനം പാലിക്കണം, അതിനുശേഷം സമ്പജന്യം പാലിക്കണം. എങ്ങനെ നമ്മൾക്ക് എല്ലാ സമയത്തും സമ്പജന്യം പാലിക്കാം എന്ന് അദ്ദേഹം തൻ്റെ കോഴ്സിലൂടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. 10 ദിവസത്തെ കോഴ്സാണ്. earlybuddhistteachings.com എന്ന വെബ്സൈറ്റിൽ ആ ബന്ദയുടെ ടീച്ചിങ്ങിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. ബുദ്ധൻ്റെ ധ്യാനങ്ങൾ പരിശീലിക്കുന്ന ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് അത്. അദ്ദേഹം ഡയറക്റ്റായിട്ട് ഒരിക്കലും ധ്യാന, വിപശ്യന തുടങ്ങിയവ പഠിപ്പിക്കാറില്ല. ആദ്യം അദ്ദേഹം കുറേ കാലം ഈ സമ്പജന്യത്തിൻ്റെ ശീലത്തിൻ്റെ അഭ്യാസം ചെയ്യാൻ പറയും. അതിനുശേഷമാണ് അദ്ദേഹം ധ്യാനത്തിൻ്റെ, വിപശ്യനയുടെ കാര്യം പറയുന്നത്. അതായത് വ്യക്തിക്ക് യോഗ്യത വരണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ശിബിരം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ബ്രാഹ്മണ, ആ ഭിക്ഷു ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണം വരുത്തുന്ന സമയത്ത് തഥാഗതൻ അവർക്ക് വീണ്ടുമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുന്നു. ഏഹി ത്വം ഭിക്ഷു ഭോജനെ മത്തന്യു ഹോഹി. ഭിക്ഷു, ഇനി മാത്രയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അളവിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക. ഇനിയുള്ള കാര്യങ്ങൾ മിക്ക ഭിക്ഷുക്കളും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഞാൻ അത് ആദ്യം പാലിയിൽ ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയാം. നേവദവായ ന മദായ ന മണ്ഡനായ ന വിഭൂഷണായ യാവദേവ ഇമസ്സകായസ ഠിതിയ യാപനായ വിഹിംസു പരതീയ ബ്രഹ്മചര്യാനുഗ്രഹായ ഇതി പുരാണഞ്ച വേദനം പഠിഹങ്കാമി നവഞ്ച വേദനം ന ഉപ്പാദിസ്സാമി യാത്രാച മേ ഭവിഷ്യതി അനവജ്യത ച ഫാസുവിഹാരോ ചാതി. അതായത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വിനോദത്തിന് വേണ്ടിയിട്ടല്ല, സ്വാദിനു വേണ്ടിയിട്ടല്ല, ശരീരത്തെ സുന്ദരമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ശരീരത്തെ തടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. എന്നാൽ ഈ ദേഹത്തിൻ്റെ ധാരണത്തിന്, ജീവസന്ധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഈ ശരീരത്തിന് ഹാനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ബ്രഹ്മചര്യ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഈ തരത്തിൽ ഞാൻ പഴയ വേദനകളെ ഇല്ലാതാക്കും, പുതിയ വേദനകൾക്ക് ഞാൻ ജന്മം കൊടുക്കില്ല. അതുമൂലം നിന്ദയില്ലാതെ ഞാൻ ജീവിക്കും, സുഖപൂർവ്വം ഞാൻ ജീവിക്കും. ഇവിടെ പഴയ വേദന, പുതിയ വേദന എന്ന് പറയുമ്പോൾ പഴയ വേദന എന്ന് പറയുന്നത് വിശപ്പിൻ്റെ വേദനയാണ്. പഴയ വേദന അതിനെ ഞാൻ ശമിപ്പിക്കും.
പുതിയ വേദന എന്ന് പറയുന്ന സമയത്ത് അധികമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന അസുഖകരമായിട്ടുള്ള വേദന അത് ജനിപ്പിക്കാതിരിക്കും. അതായത് മാത്രയ്ക്കനുസരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കും, അതാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണ, ആ ഭിക്ഷു മാത്രയ്ക്ക് അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തഥാഗതൻ ആ ഭിക്ഷുവിനെ വീണ്ടും അതിനുശേഷമുള്ള നിർദ്ദേശം കൊടുക്കും. യഹി ത്വം ഭിക്ഷു ജാഗരീയം അനിയുക്തോ വിഹരാഹി. ഭിക്ഷു ജാഗ്രതയോടുകൂടി വിഹരിക്കുക. ദിവസം ചങ്കമേണ നിസജ്ജായ ആവരണീയേഹി ധമ്മേഹി ചിത്തം പരിശോധേഹി. ദിനത്തിൽ, അതായത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് നിസജ്ജായ ചങ്കമേണ ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ചിത്തത്തിൽ ആവരണധർമ്മത്തെ ചിത്തത്തിൽ നിന്ന് വിശുദ്ധമാക്കണം. അതായത് വിപശ്യന ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് 5 ശത്രുക്കളെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാമചന്തം, വ്യാപാദം, ഉദ്ദച്ച, കുക്കുച്ചം, ധീനമിത്തം, വിചികിച്ച. രാഗദ്വേഷ, ഇരിക്കപ്പുറതിയില്ലായ്മ, മനസ്സിലും ശരീരത്തിലുമുള്ള ആലസ്യം, സംശയം. ഇതിനെയാണ് ആവരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീവരണം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ഈ ആവരണധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതായത് എല്ലാ സമയത്തും മനസ്സിൽ ശ്രദ്ധിക്കണം, എന്നിട്ട് ഈ ആവരണം വരുന്ന സമയത്ത് ഉടൻ തന്നെ അതിനെ ഇല്ലാതാക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നടന്നുകൊണ്ട് ധ്യാനിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട്. ബർമയിലും അതേപോലെ തന്നെ മറ്റുള്ള വിദേശ സ്ഥലങ്ങളിലും 1 മണിക്കൂർ ഇരിക്കൽ, 1 മണിക്കൂർ നടക്കൽ, ആ രീതിയിലാണ് അഭ്യസിക്കാറുള്ളത്. തുടർച്ചയായിട്ട് ഇരുന്ന് അഭ്യസിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ചംക്രമണം അല്ലെങ്കിൽ നടന്നുകൊണ്ടുള്ള അഭ്യാസത്തിന് ഒരു ഗുണമുണ്ട്, 5 ഗുണമുണ്ട്. അതിൽ ഒരു ഗുണം ഭഗവാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സതി ചിരപ്പതിട്ടിതോ ഹോതി. അതായത് നമ്മൾ നടന്നുകൊണ്ട് ധ്യാനിക്കുകയാണെങ്കിൽ, വാക്കിംഗ് മെഡിറ്റേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സതി എല്ലാ സമയത്തും നിലനിൽക്കുന്നതാണ്. ഇത് തന്നെയാണ് ഭിക്കു ബോധിധർമ്മ എന്ന വ്യക്തി ഏർലി ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. രത്തിയ പഠമം യാമം ചങ്കമേണ നിസജ്ജായ ആവരണീയഹി ദമ്മേഹി ചിത്തം പരിശോധേഹി. രാത്രിയുടെ പ്രഥമയാമത്തിൽ, അതായത് 1ാമത്തെ യാമത്തിൽ 6 മുതൽ 10 വരെയുള്ള സമയം, ആ സമയത്ത് നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചിത്തത്തിൽ നിന്ന് ഈ നീവരണത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. രത്തിയ മജ്ജിമം യാമം ദക്ഷിണേന പസ്സേന സീഹസെയ്യം കപ്പയ്യാസി പാദേ പാദം അച്ഛാദായ സദോ സംഭജാനോ ഉത്ഥാനസഞ്യം മനസീകരിത്വ. ഇനി രാത്രിയുടെ മധ്യമയാമത്തിൽ, അതായത് രാത്രി 10 മണി മുതൽ രാവിലെ 2 മണി വരെയുള്ള സമയം വലതുവശം ചരിഞ്ഞ് കിടക്കണം. എന്നിട്ട് ഇടതുകാലിൻ്റെ മേൽ വലതുകാൽ വെച്ച് കിടക്കണം. ഇതിനെ സിംഹസയ്യ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ കിടക്കുന്ന സമയത്തും സതീ സമ്പജന്യം ഉണ്ടായിരിക്കണം. ഉത്ഥാനസഞ്യം മനസീകരിത്വ. അതായത് ഏത് സമയത്താണ് നമ്മൾ ഉണരേണ്ടത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ സതീ സമ്പജന്യത്തോടുകൂടി കിടക്കണം എന്നാണ് പറയുന്നത്. അതായത് ഉറങ്ങാനല്ല പറയുന്നത്, ജാഗ്രതയോടെ കിടക്കാനാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വളരെ കഴിവുള്ള വ്യക്തികൾക്കാണ്. നമ്മൾ സാധാരണ വ്യക്തികൾ രാത്രി ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങാതെ ഈ പ്രകാരം ധ്യാനിക്കരുത്, രോഗിയായിട്ട് തീരും. സ്വന്തം കഴിവിനനുസരിച്ച് മാത്രം നമ്മൾ ശ്രമിക്കണം. രത്തിയ പശ്ചിമം യാമം പച്ചുട്ടായ ചങ്കമേണന നിസജ്ജായ ആവരണീയേഹി ദമ്മേഹി ചിത്തം പരിശോധേഹി ഇതി. രാത്രിയുടെ അന്തിമയാമത്തിൽ, അതായത് രാവിലെ 2 മുതൽ 6 മണി വരെയുള്ള സമയത്ത് എഴുന്നേറ്റതിന് ശേഷം വീണ്ടും നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചിത്തത്തെ ആവരണധർമ്മത്തിൽ നിന്ന് വിമുക്തമാക്കാൻ ശ്രമിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു സമയം പോലും ഭഗവാൻ ധ്യാനിക്കാതിരിക്കാൻ പറയുന്നില്ല. രാവിലെ മുതൽ അടുത്ത ദിവസം രാവിലെ വരെ 24 മണിക്കൂറും നമ്മൾ സതീ സമ്പജന്യത്തോടുകൂടി ഇരിക്കണം എന്നാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ധ്യാനിക്കാനാണ് ഭഗവാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ദിവസം മുതൽ 7 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവസം 2 മണിക്കൂർ മാത്രം ധ്യാനിച്ചാൽ മതി, നിങ്ങൾക്ക് മുക്തി ലഭിക്കും എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം നമ്മൾ ഫോർവേഡ് ചെയ്യണം. ബ്രാഹ്മണ, ആ ഭിക്ഷു ഇപ്രകാരം ജാഗ്രതയോടുകൂടി വിഹരിക്കുന്ന സമയത്ത് തഥാഗതൻ വീണ്ടും അടുത്ത നിർദ്ദേശം നൽകും.
ഏഹി ത്വം ഭിക്ഷു സതീ സമ്പജന്യേന സമന്യാഗതോ ഹോഹി. ഭിക്ഷു, ഇനി നിങ്ങൾ സതീ സമ്പജന്യത്തോടുകൂടി വിഹരിക്കണം. അതായത് മുന്നോട്ട് നടക്കുന്ന സമയത്തും പിന്നോട്ട് നടക്കുന്ന സമയത്തും, മുന്നോട്ട് നോക്കുന്ന സമയത്തും വശങ്ങളിലോട്ട് നോക്കുന്ന സമയത്തും, കാലുകൾ അകറ്റുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന സമയത്തും, പുറമേയുള്ള വസ്ത്രം അണിയുന്ന സമയത്തും, അതേപോലെ തന്നെ ഭിക്ഷാപാത്രം, ചീവരം തുടങ്ങിയവ എടുക്കുന്ന സമയത്തും, ഭക്ഷിക്കുന്ന സമയത്തും കുടിക്കുന്ന സമയത്തും ചവയ്ക്കുന്ന സമയത്തും രുചിക്കുന്ന സമയത്തും മൂത്രം ഒഴിക്കുന്ന സമയത്തും ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും മൗനമായിരിക്കുന്ന സമയത്തും സതീ സമ്പജന്യത്തോടുകൂടി ഇരിക്കണം. ഈ കാര്യങ്ങൾ തന്നെയാണ് ബന്ദേ ബോധിധമ്മ തൻ്റെ ഏർലി ബുദ്ധിസ്റ്റ് ടീച്ചിങ് എന്ന സാധനയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. 24 മണിക്കൂറും എങ്ങനെ എല്ലാ അവസ്ഥയിലും നമ്മൾക്ക് ധ്യാനിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ധ്യാനം പരിശീലിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയും തനിക്ക് ധ്യാനിക്കാൻ സമയമില്ല എന്ന് പറയുകയില്ല. രാവിലെ പല്ല് തേക്കുന്ന ഒരു ധ്യാനമാണ്, കുളിക്കുന്നത് ധ്യാനമാണ്, ടോയ്ലറ്റിൽ പോകുന്നത്, യൂറിനൽ പോകുന്നത്, ഇത് രണ്ടും ധ്യാനമാണ്, ഭക്ഷിക്കുന്നത് ധ്യാനമാണ്, നടക്കുന്നത് ധ്യാനമാണ്, ജോലി ചെയ്യുന്നത് ധ്യാനമാണ്, സംസാരിക്കുന്നത് ധ്യാനമാണ്, നിൽക്കുന്നത് ധ്യാനമാണ്, എല്ലാം തന്നെ ധ്യാനമാണ്. ഈ ധ്യാനം നമ്മൾ ഒരു ഭിക്ഷുവിൽ നിന്ന് തീർച്ചയായിട്ടും അഭ്യസിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ ധ്യാനത്തിൽ പുരോഗമിക്കുക. ബ്രാഹ്മണ, ആ ഭിക്ഷുവിന് ഏത് സമയത്ത് സതീ സമ്പജന്യം ഉണ്ടാകുന്നുവോ ആ സമയത്ത് തഥാഗതൻ വീണ്ടും അടുത്ത നിർദ്ദേശം ആ ഭിക്ഷുവിന് നൽകും. ഏഹി ത്വം ഭിക്ഷു വിവിത്തം സേനാസനം ഭജാഹി. വരൂ ഭിക്ഷു, നിർജ്ജനമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അത് ഒരു അരണ്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ വേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പർവ്വതമായിരിക്കാം, ഒരു താഴ്വരയായിരിക്കാം, ഒരു മലയായിരിക്കാം, ഒരു ഗുഹയായിരിക്കാം, ശ്മശാനമായിരിക്കാം, വനമായിരിക്കാം, അല്ലെങ്കിൽ തുറന്ന സ്ഥലമായിരിക്കാം. അവിടെ കുറച്ച് ഉണങ്ങിയ പുല്ലുകൾ വിരിക്കുക. അപ്പോൾ അവർ അതേപോലെ തന്നെ ചെയ്യുന്നു. അതിനുശേഷം ഭിക്ഷാടനത്തിന് ശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ആ പുല്ലിൽ അവർ ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നു. അവരുടെ ശരീരം നേരെയാക്കി വയ്ക്കുന്നു. അതായത് കഴുത്തും ബാക്കും ഇടുപ്പും എല്ലാം നേരെയാക്കി അവർ ഇരിക്കുന്നു. എന്നിട്ട് പരിമുഖം സതിം ഉപഠവിത്വ, നമ്മളുടെ മുഖത്തിന് മുൻപിൽ അല്ലെങ്കിൽ മുഖത്തിന് ചുറ്റും സതി വെച്ചുകൊണ്ട് സോ അഭിജ്യം ലോകേ പഹായ വിഗതാഭിജ്യേന ചേതസാ വിഹരതി അഭിജ്യായ ചിത്തം പരിശോധേതി. അഭിജ്യ അതായത് അവിദ്യ, ഈ ലോകത്തിലുള്ള അവിദ്യയെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ ചിത്തത്തിനെ അവിദ്യയിൽ നിന്ന് മുക്തമാക്കുന്നു. ഇവിടെ അവിദ്യ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അഭിജ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഭിജ്യ എന്ന വാക്കിന് അർത്ഥം കൊവറ്റസ്നെസ് എന്നാണ്, അതായത് ആസക്തി അല്ലെങ്കിൽ രാഗം. ഇതാണ് ഈ വാക്കിന് അർത്ഥം. അതായത് ഭഗവാൻ പറയുന്നത് 5 നീവരണങ്ങളിൽ ആദ്യത്തെ നീവരണമായിട്ടുള്ള കാമചന്തത്തെ ഇല്ലാതാക്കാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അഭിജ്യം എന്ന് പറയുന്നത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അവിദ്യയല്ല, അഭിജ്യ ആണ്. അടുത്തതായിട്ട് വ്യാപാദപദോസംപഹായ അഭ്യാപന്ന ചിത്ത വിഹരതി. മനസ്സിലുള്ള വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷത്തെ മാറ്റിക്കൊണ്ട് വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷമില്ലാതെ വിഹരിക്കണം. സർവഭൂതങ്ങളോടും അനുകമ്പയോടും ഹിതമായും നമ്മൾ എല്ലാ പ്രാണികളോടും വിഹരിക്കണം. അങ്ങനെ ചിത്തത്തിലുള്ള ദ്വേഷത്തെ നമ്മൾക്ക് പരിശുദ്ധമാക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ജീവികളോടും നമ്മൾക്ക് മനസ്സിൽ ദ്വേഷം പാടില്ല, അനുകമ്പയോടുകൂടി വിഹരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ജീവിയെയും ദ്രോഹിക്കാൻ ഭഗവാൻ പറയുന്നില്ല. അതിനാൽ മറ്റു മതങ്ങളിൽ നിന്ന് തീർത്തും ഉത്തമമായിട്ടുള്ളൊരു മതമാണ് ഇത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇതിനെ മതം എന്ന് വിളിക്കാൻ പാടില്ല, ധർമ്മം എന്ന വാക്ക് തന്നെയാണ് ഇതിന് അനുയോജ്യം. ധിനമിത്തം പഹായ വിഗതധിനമിത്തോ വിഹരതി. ധിനമിത്തം എന്ന് പറയുന്ന സമയത്ത് മനസ്സിലും ശരീരത്തിലുമുള്ള ആലസ്യം, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആലസ്യമില്ലാതെ വിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് ആലോകസന്നി സതോ സമ്പജാനോ, മനസ്സിൽ പ്രകാശം വരുത്തിക്കൊണ്ട് സതീ സമ്പജന്യം ഉണ്ടാക്കിക്കൊണ്ട് ചിത്തത്തിൽ നിന്ന് ഈ ധിനമിത്ത ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യത്തെ നമ്മൾ നീക്കം ചെയ്യണം. ഉദ്ദച്ച കുക്കുച്ചം പഹായ അനുദ്ധതോ വിഹരതി. നമ്മുടെ ഉദ്ദച്ച കുക്കുച്ചം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരിക്കപ്പുറതിയില്ലായ്മ എന്ന ആ വികാരത്തെ നമ്മൾ ഇല്ലാതാക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത്
വൂപസന്തചിത്തോ ഉദ്ദച്ച കുക്കുച്ചം ചിത്തം പരിശോധേതി. മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ചിത്തത്തിലുള്ള ഉദ്ദച്ച കുക്കുച്ചത്തെ നമ്മൾ ചിത്തത്തിൽ നിന്ന് ശുദ്ധമാക്കണം. വിചികിച്ചം പഹായ തിണ്ണ വിചികിച്ചോ വിഹരതി. വിചികിച്ച അല്ലെങ്കിൽ സംശയം ഉപേക്ഷിച്ചുകൊണ്ട് സംശയമില്ലാതെ വിഹരിക്കണം. അകതങ്കതി കുസലേസു ധമ്മേസു, അതായത് കുസലധർമ്മങ്ങളിൽ ഒരിക്കലും ഏർപ്പെടാതിരിക്കരുത്. അങ്ങനെ നമ്മൾ ഈ വിചികിത്സയെ നമ്മൾ ചിത്തത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നു. സോ ഇമേ പഞ്ചാനീവരണേ പഹായ ചേതസോ ഉപക്ലേശേ പഞ്ഞായ ദുർബലീകരണേ. അങ്ങനെ ആ ഭിക്ഷുക്കൾ ഈ 5 ഉപക്ലേശങ്ങളെയും ചിത്തത്തിൽ നിന്ന് നീക്കിക്കൊണ്ട് പ്രജ്ഞയാൽ ചിത്തത്തെ വിശുദ്ധമാക്കുന്നു. അടുത്തതായിട്ട് ആ ഭിക്ഷുക്കൾ ധ്യാനത്തിലേക്ക് പോവുകയാണ്. വിവിച്ഛേവ കാമേഹി വിവിച്ച അകുസലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പടമം ധ്യാനം ഉപസമ്മച്ച വിഹരതി. അതിനുശേഷം കാമങ്ങളില്ലാതെ അകുശലധർമ്മങ്ങളില്ലാതെ വിതർക്ക വിചാര പീതിസുഖം ഏകാഗ്രതാസഹിതം പ്രഥമ ധ്യാനത്തിൽ ആ വ്യക്തി എത്തിച്ചേരുന്നു. പിന്നീട് വിതർക്ക വിചാരങ്ങളെ ശാന്തമാക്കിക്കൊണ്ട് പീതി സുഖം ഏകാഗ്രതാസഹിതം രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. പിന്നീട് പീതിയെയും ഇല്ലാതാക്കിക്കൊണ്ട് അവർ മൂന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം സുഖദുഃഖങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മുൻപുള്ള സുഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് അവർ 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ സുഖമോ ദുഃഖമോ ഇല്ല. ബ്രാഹ്മണ, ഇപ്രകാരമാണ് അഭ്യസിക്കുന്ന ഒരു ഭിക്ഷുവിനെ ഞാൻ അഭ്യസിപ്പിക്കുന്നത്. അവർക്ക് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചിട്ടില്ല, അതായത് അവർക്ക് നിർവ്വാണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഉത്തമമായിട്ടുള്ള യോഗക്ഷേമം ആഗ്രഹിച്ചിട്ട് അവർ അഭ്യസിക്കുകയാണ്. എന്നാൽ ബ്രാഹ്മണ, ഏതൊരു ഭിക്ഷു അർഹന്തനായിട്ടുണ്ടോ, ആസവങ്ങൾ പരിപൂർണമായിട്ടും ക്ഷീണമായിട്ടുണ്ടോ, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ടോ, ഏതൊന്ന് ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്തു തീർത്തുവോ, അവരുടെ ലക്ഷ്യം നേടിയോ, പുനർജന്മത്തിൻ്റെ ബന്ധനങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കിയോ, നിർവ്വാണത്തിലൂടെ പൂർണ്ണ രീതിയിൽ വിശുദ്ധരായിട്ടുണ്ടോ, അവർക്ക് ഈ കാര്യങ്ങൾ ഈ വർത്തമാനകാല ജീവിതത്തിൽ സുഖകരമായിട്ടുള്ള ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, സതി സമ്പജന്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുക. അതായത് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിർവ്വാണം നേടിയാത്ത ഭിക്ഷുക്കൾക്ക് വേണ്ടി ഭഗവാൻ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അർഹന്തനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയും ഇതേപോലെ തന്നെ ഉപദേശങ്ങൾ പാലിക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഈ ജന്മത്തിലുള്ള സുഖകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗണകമുഗല്ലാനൻ എന്ന കണക്കെഴുത്തുകാരൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ഗൗതമശാസ്ത്ര, താങ്കൾ താങ്കളുടെ ശിഷ്യന്മാർക്ക് ഈ പ്രകാരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ അന്തിമ ലക്ഷ്യം ലഭിക്കുമോ? അതായത് നിർവ്വാണം ലഭിക്കുമോ? അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും പരാജയപ്പെടുമോ? ബ്രാഹ്മണ, എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ ഈ വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത്, ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചിലർ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, പക്ഷേ ചിലർ പരാജയപ്പെടും. അതായത് ചിലർക്ക് നിബ്ബാണം ലഭിക്കും, ചിലർക്ക് നിർവ്വാണം ലഭിക്കില്ല. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു: ഗൗതമശാസ്ത്ര, അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാര്യം എന്താണ്? ഈ സമയത്ത് വർത്തമാന സമയത്ത് നിർവ്വാണമുണ്ട്, വർത്തമാന സമയത്ത് നിർവ്വാണത്തിലേക്ക് നയിക്കുന്ന പാതയുണ്ട്, അവരെ പ്രേരിപ്പിക്കാൻ ഗൗതമശാസ്താവും ഉണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും ഗൗതമശാസ്ത്ര, എന്തുകൊണ്ടാണ് ചിലർ വിജയിക്കുന്നത്, ചിലർ പരാജയപ്പെടുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു: അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ, ഞാൻ താങ്കളോട് ഒരു പ്രതിപ്രശ്നം ചോദിക്കാം. അതിന് താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താങ്കൾക്ക് ഉത്തരം തരാവുന്നതാണ്. ബ്രാഹ്മണ, താങ്കൾ എന്താണ് കരുതുന്നത്? രാജഗൃഹത്തിലേക്ക് പോകുന്ന റോഡ് അല്ലെങ്കിൽ പാതയെപ്പറ്റി താങ്കൾക്ക് നല്ല ബോധ്യമില്ലേ? അതിൽ താങ്കൾ വിദഗ്ധനല്ലേ? അതേ ബന്ധേ, രാജഗൃഹത്തിലേക്ക് പോകുന്ന മാർഗത്തെപ്പറ്റി എനിക്ക് നല്ല പോലെ അറിയാവുന്നതാണ്, ഞാൻ അതിൽ വിദഗ്ധനാണ്. ബ്രാഹ്മണ, താങ്കൾ എന്താണ് കരുതുന്നത്? ഉദാഹരണമായിട്ട് ഒരു വ്യക്തി താങ്കളുടെ അടുത്ത് വരികയാണ്, ആ വ്യക്തിയെ രാജഗൃഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി താങ്കളെ സമീപിക്കുന്നു, എന്നിട്ട് എങ്ങനെ പറയുന്നു: ബന്ധേ, ഞാൻ രാജഗൃഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അതിനാൽ ദയവ് ചെയ്ത് രാജഗൃഹത്തിലേക്ക് പോകുന്ന മാർഗത്തെ എനിക്ക് ഉപദേശിച്ചു തന്നാലും. അപ്പോൾ താങ്കൾ ആ വ്യക്തിയോട് ഇങ്ങനെ പറയും:
പുരുഷ, ഈ റോഡ് രാജഗൃഹത്തിലേക്ക് പോകുന്നതാണ്. ഇതിലൂടെ താങ്കൾ മുന്നോട്ട് പോകുക. കുറച്ച് ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു ഗ്രാമം കാണാൻ സാധിക്കും. വീണ്ടും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു നഗരം കാണാൻ സാധിക്കും. വീണ്ടും മുന്നോട്ട് പോകുക. അപ്പോൾ താങ്കൾക്ക് രാജഗൃഹം എത്തിച്ചേരാൻ സാധിക്കും. അവിടെ നല്ല ഭംഗിയുള്ള പാർക്കുകളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്, പുൽമേടകളുണ്ട്. അതുകൂടാതെ മനോഹരമായിട്ടുള്ള താമരക്കുളങ്ങളും ഉണ്ട്. താങ്കളിൽ നിന്ന് ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കിട്ടി. എങ്കിലും അതിൽ ചിലർ തെറ്റായിട്ടുള്ള ദിശയിൽ പടിഞ്ഞാറോട്ട് തെറ്റായ മാർഗത്തിലൂടെ പോകാവുന്നതാണ്. എന്നാൽ രണ്ടാമത് ഒരു വ്യക്തി വരും. അതേ ചോദ്യം താങ്കളോട് ചോദിക്കും. അതേ നിർദ്ദേശങ്ങൾ താങ്കൾ ആ വ്യക്തിക്കും കൊടുക്കും. ഈ റോഡിലൂടെ നേരെ പോകുക. രാജഗൃഹത്തിലേക്കുള്ള മാർഗ്ഗമാണിത്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമം കാണാം. അവിടെ നിന്നും കുറച്ച് ദൂരം പോവുക. അപ്പോൾ നഗരം കാണും. അതും കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ രാജഗൃഹത്തിൽ എത്തിച്ചേരും. ഇതേ രീതിയിലുള്ള നിർദ്ദേശം താങ്കൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ രാജഗൃഹത്തിൽ എത്തിച്ചേരും. ബ്രാഹ്മണ, എന്താണ് കാര്യം? എന്താണ് അതിൻ്റെ കാരണം? രാജഗൃഹം ഇപ്പോഴുണ്ട്. രാജഗൃഹത്തിലേക്ക് പോകുന്ന പാത ഇപ്പോൾ ഉണ്ട്. ആ പാതയിലേക്ക് പോകുന്നതിന് പ്രേരണ കൊടുക്കാൻ താങ്കളും ഉണ്ട്. ഒരു വ്യക്തി തെറ്റായിട്ടുള്ള പാത എടുത്തുകൊണ്ട് പടിഞ്ഞാറോട്ട് പോകുന്നതാണ്. എന്നാൽ മറ്റൊരു വ്യക്തി രാജഗൃഹത്തിൽ എത്തിച്ചേരുന്നതാണ്. ഗൗതമശാസ്ത്ര, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മഗ്ഗഖായിഹം ബൗ ഗൗതമാദി. ഗൗതമശാസ്ത്ര, ഞാൻ വെറും മാർഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. ബ്രാഹ്മണ, ഇതേപോലെ തന്നെയാണ് നിർവ്വാണം ഇപ്പോൾ ഉണ്ട്. നിർവ്വാണത്തിലേക്കുള്ള പാതയും ഇപ്പോൾ ഉണ്ട്. ആ പാതയിലൂടെ മുന്നേറുന്നതിന് പ്രേരണ കൊടുക്കാൻ ഞാനും ഉണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും എൻ്റെ ചില ശിഷ്യന്മാർ ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്തിമമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും, നിർവ്വാണത്തിൽ എത്തിച്ചേരും. എന്നാൽ മറ്റു ചിലർ പരാജയപ്പെടും. ബ്രാഹ്മണ, എനിക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? മഗ്ഗഖായിഹം ബ്രാഹ്മണ തഥാഗതോതി. ബ്രാഹ്മണ, ഞാൻ വെറും മാർഗത്തെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഗണക മൊഗ്ഗല്ലാനൻ എന്ന ബ്രാഹ്മണൻ, കണക്കെഴുത്തുകാരൻ, ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്ത്ര, ഇപ്പോൾ ശ്രദ്ധയില്ലാത്ത വ്യക്തികളുണ്ട്. അവർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായിരിക്കുകയാണ്. പക്ഷേ അത് ശ്രദ്ധ മൂലമല്ല, അവരുടെ ജീവിതമാർഗത്തിനു വേണ്ടി മാത്രമാണ്. അവർ വഞ്ചകരാണ്, ചതിയന്മാരാണ്, ഒളിച്ച് ജീവിക്കുന്നവരാണ്. അവർ അശാന്തരാണ്, മനസ്സിന് ഇളക്കമുള്ളവരാണ്, ദുർബലരാണ്. അവർക്ക് അവരുടെ നാവിൽ ഒട്ടും തന്നെ നിയന്ത്രണമില്ല. അവർ അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നില്ല. മാത്രയ്ക്കനുസരിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൂടാതെ അവർ ജാഗ്രതയും അഭ്യസിക്കുന്നില്ല. ഭിക്ഷു ജീവിതത്തെപ്പറ്റി അവർ ശ്രദ്ധിക്കുന്നില്ല. അതുകൂടാതെ അഭ്യാസത്തെയും അവർ മാനിക്കുന്നില്ല. അവർ സുഖലോലുപരാണ്, പ്രയത്നിക്കാത്തവരാണ്, പിന്നിൽ ഏഷണി പറയുന്നതിൽ വിദഗ്ധരാണ്. അവർ നിർജ്ജന സ്ഥാനത്ത് വസിക്കാറില്ല. അവർ മടിയന്മാരാണ്, വീര്യമില്ലാത്തവരാണ്. അവർക്ക് സതീ സമ്പജന്യം ഒട്ടും തന്നെയില്ല, സമാധിയും ഇല്ല. അവരുടെ മനസ്സ് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ മഠയന്മാരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. ഇത്തരം വ്യക്തികളുമായിട്ട് ഗൗതമശാസ്ത്ര ഒരിക്കലും ജീവിക്കാറില്ല. എന്നാൽ ചില നല്ല കുലപത്രന്മാരുണ്ട്. അവർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ടുണ്ട്. അത് ശ്രദ്ധ മൂലമാണ്. അവർ മായാവിയല്ല, വഞ്ചകരല്ല, വിശ്വാസക്കേട് കാണിക്കാറില്ല. അവർ അശാന്തരല്ല, ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, നാവിൽ നിയന്ത്രണമുള്ളവരാണ്. അവർ അവരുടെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കാറുണ്ട്. അതുകൂടാതെ മാത്രയ്ക്കനുസരിച്ചിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവർ ജാഗ്രത അഭ്യസിക്കാറുണ്ട്. അവർ ഭിക്ഷുജീവിതത്തെ മാനിക്കാറുണ്ട്. അതുകൂടാതെ അഭ്യാസത്തെ അവർ ബഹുമാനിക്കാറുണ്ട്. അവർ സുഖലോലുപൽ അല്ല, മടിയന്മാരല്ല. അതുകൂടാതെ അവർ ഏഷണി പറയാറില്ല. നിർജ്ജന വാസത്തെ സ്നേഹിക്കുന്നവരാണ്.
അവർ വീര്യമുള്ളവരാണ്, ദൃഢനിശ്ചയം ഉള്ളവരാണ്, അവർ സതി സമ്പജന്യം ഉള്ളവരാണ്, സമാധി ഉള്ളവരാണ്, അവരുടെ മനസ്സ് സമാഹിതമാണ്, പ്രജ്ഞയുള്ളവരാണ്, അവർ ബുദ്ധിഹീനരല്ല. ഗൗതമശാസ്ത്ര ഇത്തരത്തിലുള്ള വ്യക്തികളും ഒത്താണ് ജീവിക്കാറുള്ളത്. ഗൗതമശാസ്ത്ര മണമുള്ള വേരുകളിൽ ഏറ്റവും മണമുള്ളത് ജടാമാഞ്ചിയാണ്. ഏറ്റവും മണമുള്ള തടി എന്ന് പറയുന്നത് രക്തചന്ദനത്തിൻ്റെ തടിയാണ്. മണമുള്ള പുഷ്പങ്ങളിൽ ഏറ്റവും മണമുള്ള പുഷ്പം മുല്ലപ്പൂവാണ്. അതേപോലെ തന്നെ ഈ സമയത്തുള്ള ശിക്ഷണത്തിൽ ഏറ്റവും നല്ല ഉപദേശം ഗൗതമശാസ്താവിൻ്റെയാണ്. അഭിഖന്തംബോ ഗൗതമ, അഭിഖന്തംബോ ഗൗതമ. ഗൗതമശാസ്ത്ര വളരെ നല്ലത്. അദ്ദേഹം കമഴ്ത്തി വച്ചിരിക്കുന്നതിനെ മറച്ചു വയ്ക്കുന്നു, മറഞ്ഞിരിക്കുന്നതിനെ പ്രകടമാക്കുന്നു, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നു, അന്ധകാരത്തിൽ ദീപം തെളിയിക്കുന്നു. അതുമൂലം കണ്ണുകളുള്ള വ്യക്തിക്ക് അവിടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാം. ഗൗതമശാസ്ത്ര ധർമ്മത്തെ വിവിധ പര്യായത്താൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചു കൊടുത്തു. ഞാൻ ഗൗതമശാസ്താവിൽ ശരണം തേടുന്നു, ധർമ്മത്തിൽ ശരണം തേടുന്നു, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ ഏതുവരെ എൻ്റെ പ്രാണൻ നിലനിൽക്കുന്നുവോ അതുവരെ ഗൗതമശാസ്ത്ര എന്നെ ഒരു ഉപാസകനായിട്ട് ഓർമ്മിക്കണം. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ താങ്കളിൽ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ഗണക മൊഗ്ഗല്ലാന സൂത്തം നിഠിതം. ഇത് വളരെ പ്രധാനപ്പെട്ട സൂത്രമാണ്. എപ്രകാരമാണ് ഒരു സാധകനെ ഭഗവാൻ മുക്തിയിലേക്ക് നയിക്കുന്നത് എന്ന് ഈ സൂത്രത്തിൽ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.